ക്രിസ്ത്യൻ വിശ്വാസം പിന്തുടരുന്നവരിൽ ഉയർന്നു വരാറുള്ള ചോദ്യങ്ങളാണ് പൊട്ടുകുത്തുന്നത് ശരിയാണോ, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാമോ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾക്ക് രണ്ട് പക്ഷത്തും വാദിക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഉത്തരം കൊടുക്കുവാൻ പലപ്പോഴും സാധിക്കില്ല. ഈ അടുത്താണ് ഈ വിഷയങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് നോബൽ പാറയ്ക്കൽ എന്ന അടിക്കുറിപ്പോടെ പല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലും ഞാനത് കണ്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹം ഒരു വൈദികനാണെന്ന് മനസ്സിലായത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: കത്തോലിക്ക വിശ്വാസികൾ പൊട്ടുകുത്തുന്നതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല എന്നും അതിൽ മതാചാരപരമായ യാതൊന്നും തന്നെ ഇല്ല എന്നും ഇത്തരം അബദ്ധജടിലമായ പഠനങ്ങളിൽപ്പെട്ട് ആകുലപ്പെട്ട് ജീവിക്കേണ്ടവരല്ല ക്രിസ്ത്യാനികളെന്നും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. പൊട്ടുകുത്തുന്നതിൽ കുഴപ്പമില്ല എന്ന് എഴുതിയ ലേഖകനായ ഞാൻ ഇപ്പോഴും ഈ വിഷയങ്ങളിൽ ഒരു വിദ്യാർത്ഥി മാത്രമാണ്. വിഷയത്തിൽ പ്രഗത്ഭരായ ദൈവശാസ്ത്രജ്ഞന്മാരോടും ബൈബിൾ പണ്ഡിതരോടും ആലോചിച്ചും ചർച്ച ചെയ്തും പുസ്തകങ്ങൾ പരിശോധിച്ചുമാണ് എല്ലാം എഴുതുന്നത്. പൊട്ടിനെ കുറിച്ചുള്ള ലേഖനം എൻ്റെ അറിവില്ലായ്മയാണെന്ന് വിമർശിച്ചിട്ടുള്ളവർക്കുള്ള ഉത്തരമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പ്രശസ്ത ബൈബിൾ പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനും കേരള കത്തോലിക്ക സഭയിലെ മെത്രാനുമായ അഭിവന്ദ്യ ജോസഫ് പ്ലാംബ്ലാനി പിതാവിൻ്റെ ഈ വാക്കുകൾ. പ്രാദേശിക സഭയിൽ വിശ്വാസം പഠിപ്പിക്കാനും സംരക്ഷിക്കുവാനുമുള്ള പൂർണ്ണ അധികാരം അപ്പസ്വലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഏതാനും കാര്യങ്ങൾ താഴെ പറയുന്നു. തുടർന്ന് അദ്ദേഹം ചില ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി പങ്കുവയ്ക്കുകയാണ്. അതിങ്ങനെയാണ്: 1. ക്രിസ്ത്യാനികൾ പൊട്ടുകുത്തുന്നത് ഒരിക്കലും പാപമല്ല. 2. നിലവിളക്ക് ഉപയോഗിക്കുന്നതിലും കത്തിക്കുന്നതിലും യാതൊരു അപാകതയുമില്ല. 3. പൂർവിക ശാപം എന്ന ഒരു വിശ്വാസം കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നില്ല. 4. മനുഷ്യന്റെ എല്ലാ സഹനങ്ങൾക്കും തകർച്ചകൾക്കും കാരണം പിശാചിൽ ആരോപിക്കുന്നത് കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾക്ക് നിരക്കുന്നതല്ല. 5. ഓണം പോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൽ യാതൊരുവിധ വിശ്വാസവിരുദ്ധ പ്രവർത്തനവുമില്ല. 6. അരവണപ്പായസം പോലുള്ള പ്രസാദങ്ങൾ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷതയുള്ളവയല്ല. അതിനാൽ ആശങ്ക കൂടാതെ അവ ആർക്കും ഭക്ഷിക്കാവുന്നതാണ്. എന്നാൽ വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നിടത്ത് പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നത് പോലെ കൂടെയുള്ള ദുർബല മാനസർക്ക് അത് ഇടർച്ചയ്ക്ക് കാരണമാകുമെങ്കിൽ അവ ഭക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. 7. അന്ത്യകാലമായി എന്ന തരത്തിലുള്ള ഒരു പ്രവചനങ്ങൾക്കും കത്തോലിക്ക വിശ്വാസം അനുസരിച്ചുള്ള സാധുതയില്ല. അതേസമയം ഏത് നിമിഷവും അന്ത്യവിധി പ്രതീക്ഷിച്ച് നാം ഒരുക്കമുള്ളവരായി കഴിയേണ്ടതുണ്ട്. അത് ഭയത്തോടും സംശയത്തോടുമുള്ള ജീവിതമല്ല, മറിച്ച് പ്രത്യാശയോടെയും ആനന്ദത്തോടെയുമുള്ള ജീവിതമാണ്. 8. സ്വകാര്യ വെളിപാടുകളും അവയിലൂടെ രൂപപ്പെടുന്ന ഭക്തപ്രകടനങ്ങളുമല്ല, കൂദാശകളും വിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനകളുമാണ് അടിസ്ഥാനപരമായ ക്രൈസ്തവ ആരാധന അല്ലെങ്കിൽ ക്രിസ്തീയ പ്രാർത്ഥനകൾ. സ്വകാര്യ വെളിപാടുകളെയും അവയുടെ സന്ദേശങ്ങളെയും അവഗണിച്ചതിനെ പ്രതി ഒരു കത്തോലിക്ക വിശ്വാസിക്കും യാതൊന്നും സംഭവിക്കുകയുമില്ല. ഇങ്ങനെ പോയിന്റുകൾ അക്കമിട്ട് നിർത്തിയിട്ട് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മുകളിൽ അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും സംശയമുള്ളവർ ഏത് വിധത്തിലും തങ്ങളുടെ രൂപതാമെത്രാനുമായി ബന്ധപ്പെടുകയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന വ്യക്തിയോ ഈ വിഷയത്തിൽ നൽകുന്ന പ്രബോധനങ്ങൾ മാത്രം സഭയുടെ ആധികാരിക പഠനമായി സ്വീകരിക്കാനും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ധ്യാനഗുരുവായതുകൊണ്ടും ഏതെങ്കിലും വിഷയത്തിൽ ഡോക്ടറേറ്റ് ഉള്ളതുകൊണ്ടും ആരും വിശ്വാസ വിഷയങ്ങളിൽ അവസാന വാക്കല്ല. ഈ വിഷയങ്ങളിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയുന്നതും ആരും വിശ്വസിക്കേണ്ടതില്ല. അതിനാലാണ് വിശ്വാസം പഠിപ്പിക്കാനും സംരക്ഷിക്കുവാനും കടപ്പെട്ടിരിക്കുന്ന മെത്രാനോട് നേരിട്ട് അന്വേഷിക്കാമെന്ന് കുറിക്കാൻ കാരണം. എങ്കിലും ഈ വിഷയങ്ങളിൽ തുടർലേഖനങ്ങൾ തയ്യാറാക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. സ്നേഹപൂർവ്വം, നോബൽ തോമസ് പാറയ്ക്കൽ. ഇങ്ങനെ അവസാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. 2019 ഫാദർ നോബൽ തോമസ് പാറയ്ക്കൽ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകാം. അതിൽ നിന്ന് വിഭിന്നമായി ചില കാര്യങ്ങളിൽ മാത്രം വിയോജിക്കുന്നവരുണ്ടാകും. ഉദാഹരണത്തിന് അതിൽ 5ാമത്തെ പോയിന്റ് എടുക്കാം: ഓണം പോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൽ യാതൊരുവിധ വിശ്വാസവിരുദ്ധ പ്രവർത്തനങ്ങളും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ അത്തരം ആഘോഷങ്ങളും അതിൻ്റെ ഐതിഹ്യങ്ങളും ആരാധനാ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ എതിരഭിപ്രായമുള്ളവരും ഉണ്ടാകും. അവരും ധാരാളമാണ്. ഇത്തരത്തിൽ എതിരഭിപ്രായങ്ങൾ ഉയരുമ്പോൾ അതിനുള്ള മറുപടി നോബിൾ അച്ഛൻ്റെ പോസ്റ്റിൻ്റെ അവസാന വരികൾ തന്നെയാണ്.